നീലമോളുള്ളപ്പോ ഇനി എന്തിനാ നമുക്ക് വേറൊരു കുഞ്ഞ്? ഓണത്തിന് അവര് മോളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അനന്തോട്ടാ. അത് വെറും വാക്കായി പറഞ്ഞാ പോരാ, അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. ശരി, അതെന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നീ വാ. സകല ദൈവങ്ങളെ ഒരിക്കലെങ്കിലും എന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കണേ. കണ്ണനും ലക്ഷ്മിയും അവരുടെ കുഞ്ഞിനരികിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റണേ. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? ഇത് പതിവുള്ള കാര്യമല്ലല്ലോ. ഇപ്പൊ സമയം 4 മണി ആയിട്ടില്ല. അതിനു മുൻപ് കുളി കഴിഞ്ഞ് നീ പൂജാമുറിയിൽ കയറിയിരിക്കുന്നു. ഇന്നലെ കുഞ്ഞിന് അസുഖമായിട്ടാ ഇവിടുന്ന് പോയത്. പിന്നെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. രാത്രി വിളിച്ചപ്പോ കുഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ആരും വിളിച്ച് വിവരമൊന്നും പറഞ്ഞൂല്ല. എടി, അതറിഞ്ഞിട്ട് നീ പൂജാമുറിയിൽ കയറിയതല്ലേ? ആ കുഞ്ഞിന് ആപത്തുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ. അമ്മ പറഞ്ഞാ വിശ്വസിക്കില്ല. കണ്ണേട്ടന്റെ ലക്ഷ്മിയുടെയും കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതെന്നാ ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിലേ നീ മറ്റൊരാളായി ജനിക്കണം, ചേച്ചിയെ സ്നേഹിക്കുന്ന അനിയത്തിയായിട്ട്. ഇപ്പോഴത്തെ എന്റെ മരുമോൾക്കെ അതിന് കഴിയത്തില്ല. അങ്ങനൊരു അച്ഛനും മുത്തശ്ശിയും ഭർത്താവുമാണ് നിനക്കുള്ളത്. നിന്നെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന ചിലര്. എന്നും എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ലല്ലോ അമ്മ. ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായി എനിക്കും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. ഇനി മുതൽ അതിന്റെ ഒരു മാറ്റം എന്റെ സ്വഭാവത്തിലും കാണാൻ പറ്റും.
എല്ലാ ദിവസങ്ങളിലും ഈ സമയത്ത് എഴുന്നേറ്റ് പൂജാമുറിയിലെ വിളക്ക് തെളിയിക്കോ? ആ, കർക്കിടക മാസത്തിൽ അങ്ങനെ ചെയ്യാമെന്നാ വിചാരിക്കുന്നത്. കർക്കിടകം പകുതിയും കഴിഞ്ഞു പോയല്ലോ, എന്നിട്ട് ഇതുവരെ അതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. അത് പിന്നെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവി പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പോലെ തോന്നി. ഇന്ന് മുതല് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇന്ന് രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റത്. ഓ എടി, കള്ളം പറയുന്ന കാര്യത്തിൽ നിന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. നീ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചെങ്കിലേ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീയൊന്നും ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. അത് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഇനിയും ദൈവങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരും. എടി, നിന്നെ പോലെ തന്നെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചവളാ ഞാൻ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നിന്നെ മരുമോളായിട്ടല്ല, മകളായിട്ടാ ഞാൻ സ്നേഹിച്ചത്. എന്റെ മകളെ പോലും തള്ളിക്കളഞ്ഞിട്ട്. അത് തെറ്റായെന്ന് ദൈവങ്ങൾ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. നിന്റെ അച്ഛനും എന്റെ ആങ്ങളെയും കൂടിയാ വിശ്വേട്ടനെ കൊന്നതെന്ന് അറിഞ്ഞതോടുകൂടി ഇനി എന്തായാലും ഞാൻ പഴയ ദുർഗയാവില്ല. ഞാൻ പ്രസവിച്ചു പോയിന്ന് കരുതി തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന എന്റെ മോനെയും അവന്റെ ഭാര്യയും ഞാൻ സംരക്ഷിക്കത്തുമില്ല. അങ്ങനെ എന്തെങ്കിലും ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് മോളെ. ഈശ്വരാ, എന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഇവരും വെള്ളം ഇറങ്ങാതെ തീരണേ. എന്തുവാടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഞാനും കിടന്നു പോണേന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല അമ്മേ. ശരി ശരി, എന്നാ നീ പൊയ്ക്കോ. ദാമേ ചായ കുടിക്ക്. എനിക്കൊന്നും വേണ്ട, നീ തന്നെ കുടിച്ചാ മതി. ഇന്നലെ വന്നിട്ട് രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ. ഇറങ്ങുന്നില്ലടാ, ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണത്തിന് മുന്നിൽ വന്നിരുന്നപ്പോഴും ആ കുഞ്ഞിന്റെ മുഖമാണ് മുന്നിലോട്ട് വരുന്നത്. അമ്മേ, ദേ കുളിച്ച് റെഡിയാ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് പോവാൻ നോക്ക്. ആ പ്രതാപൻ എന്നെ വിളിച്ചപ്പോ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പിന്നീടൊന്നും അറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന്. നിങ്ങൾ അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ അറിയാൻ. ശരിക്കും അമ്മ പാലിനകത്ത് പൊടി കലർത്തിയായിരുന്നോ? കലക്കാഞ്ഞിട്ടാണോടി ആ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയെന്ന് പറഞ്ഞത്? അമ്മ ഇതൊക്കെ പറയുമെങ്കിലും ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മേ, അമ്മയ്ക്ക് അറിയാലോ നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ. അമ്മ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അമ്മേ. അവർക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കും. അതോടെ ഈ കുഞ്ഞു പോയ സങ്കടം മാറുകയും ചെയ്യും. കേട്ടോ, ഒരമ്മയ്ക്കും ആ സങ്കടം മാറത്തില്ല. അമ്മയകത്തെ ഇവക്കത് മനസ്സിലാവത്തില്ല. നിനക്കും അങ്ങനെ തന്നെയാ. അതെ, രാവിലെ പാല് വെക്കാനായിട്ട് അപ്പുറത്തെ പെണ്ണ് വന്നപ്പോ അമ്മ ഉമ്മർത്തിരുന്ന് കരയുവാ. അവള് കാരണം തിരക്കി. കരഞ്ഞു കരഞ്ഞ് അമ്മ നടന്നതൊക്കെ മറ്റുള്ളവരെ അറിയിക്കുമല്ലോ. എന്തായാലും അമ്മ ആരും സംശയിക്കാൻ പോണില്ല. അതെ അതെ, അമ്മയ്ക്ക് മുലപ്പാലില്ലാത്തോണ്ടാ മോൾക്ക് പാൽപ്പൊടി തിളപ്പിച്ചാറ്റി കൊടുത്തെ. പാല് മാറിയപ്പോ കുഞ്ഞു പോയി. അങ്ങനെ എല്ലാരും കരുതൂ. ഞാൻ ഇതിന്റെ പേര് ഉരുകി ഉരുകി തീരുമല്ലോടാ. ഇതിന് വലിയ കുഴപ്പമാവോ?
എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല, ആ കുഞ്ഞിപ്പോ ആശുപത്രിയിലാണല്ലോ, ഇനി അതിന് രക്ഷയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പൈസ ഇങ്ങ് തന്നൂടെ? കുഞ്ഞ് ആശുപത്രിയിലാണെന്നല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ആ. ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ അമ്മ അങ്ങോട്ട് പോയോ? ആ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് സാർ. എന്നാ പോയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിക്കേ. അതുകൂടെ കഴിഞ്ഞിട്ടേ നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ള പൈസ ഞാൻ തരൂ. സാറേ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തേക്കല്ലേ? എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാ, ആഗ്രഹമാ കരയുന്ന കണ്ണൻ മഹാലക്ഷ്മി. അത് എന്നേക്കാൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അറിയാലോ, എന്റെ മോള്. ആ മോളുടെ മുഖത്ത് ചിരി തെളിഞ്ഞ അതിന് കാരണക്കാരായവരെ ആരാണെങ്കിലും ശരി, അവർക്ക് ഞാൻ പറഞ്ഞുറപ്പിച്ച തുക തന്നിരിക്കും. അത് മതി സാറേ. എന്നാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് പറഞ്ഞതിന്റെ ഒരു ഭാഗം തന്നൂടെ? അതിലൊരു ഭാഗം ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നായിരുന്നല്ലോ, 1 ലക്ഷം. ഇനി ബാക്കി എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ തരത്തുള്ളൂ. എന്താടാ, തന്ന 1 ലക്ഷം അതിനിടയ്ക്ക് അങ്ങ് തീർന്നോ? സാറേ, ഞാൻ പറഞ്ഞില്ലേ, പലിശക്കാരും ബാങ്കുകാരും ഒക്കെ നിത്യേന കയറി ഇറങ്ങാ വീട്ടില്. സാറ് തന്നതിന്റെ 3/4 കൊടുത്തിട്ട് അവരെയൊക്കെ പറഞ്ഞു നിർത്തിയേക്കുക. അതുകൊണ്ട് തൽക്കാലം ആശ്വാസമായല്ലോ നിനക്ക്. ഇനി ബാക്കി തുക തരുമ്പോ നിനക്ക് ആ തുക ബാങ്കുകാർക്കും പലിശക്കാർക്കും ഒക്കെ കൊടുക്കാം ഓരോ മാസവും. എന്ന് വെച്ചാ കുറച്ചു നാളത്തേക്ക് അല്ലില്ലാതെ ജീവിക്കാന്നർത്ഥം. പിന്നെ ബാക്കി വരുന്ന തുകയ്ക്ക് വല്ല തട്ടുകടയോ സ്റ്റേഷനറി കടയോ ഒക്കെ ഇടാൻ നോക്ക്. അപ്പൊ ഒരു വരുമാനാവൂലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിന്റെ അമ്മ അനന്തുവിന്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം. ഇന്നലെ കുഞ്ഞ് ആശുപത്രിയിലായതുകൊണ്ട് ഇന്നത്തോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ ഗേറ്റ് കടന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീടിന്റെ മുറ്റത്ത് നിറയെ ആളുകളായിരിക്കും. അവരെ എല്ലാം കണ്ട് അകത്തേക്ക് ചെല്ലുമ്പോ കുഞ്ഞിനെ ഹോളിൽ തന്നെ കിടത്തിയിരിക്കുന്നത് കാണാം. ആ കുഞ്ഞിന്റെ അരികിലിരുന്ന് കരയുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടതിന് ശേഷം അവർ നിന്നെ വിളിക്കും. ആ സമയത്ത് നീ എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ ഓടി വന്ന് നിനക്ക് തരാനുള്ള പൈസ മുഴുവൻ അങ്ങ് തന്നിരിക്കും. അത് മതി. എന്തായാലും അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ ഉടനെ ഞാൻ സാറിനെ വിളിച്ചോളാം. ആയിക്കോട്ടെ, ശരി. അതെ, ഇനി നീ എന്നെ വിളിക്കൊന്നും വേണ്ട കേട്ടോ, അതാ പാടോ. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫോൺ ചോർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോട്ടെ, നാളെ നമുക്ക് കാണാം. നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവല്ലേ സാറേ? ഇല്ലടാ. പിന്നെ നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ തേക്കുകയാണെന്നുണ്ടെങ്കിലേ നീ എല്ലാവരോടും വിളിച്ചു പറഞ്ഞോ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന്. എന്റെ ഭഗവാനെ, കുഞ്ഞിനെ കൊണ്ട് ഇനി എല്ലാരും ആശുപത്രിയിലായിരിക്കുമോ? പക്ഷെ കാറ് കിടക്കുന്നുണ്ടല്ലോ, വാതിലും തുറന്നു കിടക്കുക. ഈശ്വര ഭഗവാനെ, ജാനമെത്തിയോ?
ആളെത്തി. ജാനമേ, അമ്മയ്ക്ക് പാലില്ലാത്തോണ്ടാ അതിന് വേറെ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയത്. പക്ഷേ കുഞ്ഞിന് അമിതമായിട്ട് പാല് കൊടുക്കരുത്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ സാറേ? തൽക്കാലം ഒന്നും പറ്റിയില്ല. ഇന്നലെ കുറച്ചു നേരം അടുത്തുള്ളൊരു ക്ലിനിക്കിലായിരുന്നു. ഇത്രയും വിഷം കുളിച്ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. ജാനമ്മ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതിനു മുന്നേ കുഞ്ഞിനെ ഡോക്ടറിന്റെ അടുക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞത് ജാനമ്മയ്ക്ക് വിഷമായെന്നാ തോന്നുന്നേ. അയ്യോ സാറേ, ഞാൻ വന്ന ശേഷം കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങിന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇന്നലെ പക്ഷേ അമിതമായിട്ട് തന്നെ ഉറങ്ങിപ്പോയി. അതാ ഞങ്ങളെല്ലാരെയും ഭയപ്പെടുത്തിയത്. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഒരു കുഴപ്പമില്ല. നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കുക. ദാ കൊണ്ടേ കുളിപ്പിക്കും. കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോ ആശ്വാസമായി. എങ്കിലും വീട്ടിലുള്ളവരോട് ഞാൻ എന്നാ സമാധാനം പറയും? എടാ, അവരൊരു പാവ സ്ത്രീയാ. അതുകൊണ്ട് ലേഖയോട് പറയണം അവരെ വഴക്കൊന്നും പറയരുതെന്ന്. കുഞ്ഞിന് ഇന്നലെ വയ്യാതായത് മുതല് ലേഖ ജാനമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാനമ്മയെ വെറുതെ വേദനിപ്പിക്കരുതെന്ന്. അവര് കുഞ്ഞിനെ കുളിപ്പിക്കുന്നൊന്നും ലേഖയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറയും. അതില് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ. മോളുടെ അമ്മയായ ഞാൻ പോലും ഒരുപാട് സമയം കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാൻ അവള് സമ്മതിക്കില്ല. കുഞ്ഞുങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ലേഖയ്ക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും അനന്തോട്ടം താല്പര്യം എടുത്ത് അതിനുള്ള അവസരം ഒരുക്കണമായിരുന്നു. ഹേയ്, അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോ അതിനൊരു കാരണവശാലും സമ്മതിക്കില്ല. നീലമോളെ കാണാനുള്ള അവസരം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ രണ്ടാളും അവൾക്ക് കൊടുത്താൽ മാത്രം മതി. രമണിയേ, എടി രമണി, നീ വന്നേ. എന്താ? എടി പെട്ടെന്ന് റെഡിയാവ്. എന്റെ കാലിലെന്തോ കടിച്ച്. അയ്യോ, എന്തുവാ? പാമ്പാണെന്ന് തോന്നേ. നല്ല പുകച്ചില്. ദേവരാജണ്ണ, ദേവരാജണ്ണ, അടിച്ചത് മൂർഖനാ, നല്ല വിളഞ്ഞ മൂർഖൻ. വേഗം ആശുപത്രി. ഞാൻ കണ്ടതാ. നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ പോയിട്ട് കാറുമായിട്ട് വരാം. എന്റെ ദൈവമേ, മൂർഖനാണല്ലോ കടിച്ചത്. എടി നീ പോയി പെട്ടെന്ന് ഒരു തോർത്തെടുത്തോണ്ട് വാ. പെട്ടെന്ന് പോ. അമ്മേ, ചേട്ടനെ മൂർഖം കടിച്ചമ്മേ. ഞാൻ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ പോവാ. ജാനമ്മേ, എന്താ ജാനമ്മേ? ആരോട് സംസാരിച്ചത്? മോളെ, എന്റെ മോനെ പാമ്പ് കടിച്ച് മൂർഖൻ.
ഞാനത് വീട്ടിലോട്ട് പോയിട്ട് വരണം മക്കളെ. എന്നാ ജാനമ്മ പെട്ടെന്ന് ചെല്ല. ജാനമ്മേ, പൈസ എന്തെങ്കിലും വേണോ ജാനമ്മേ? ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചോളാം മോളെ. ഈശ്വരാ, അമ്മയുടെ മോനൊന്നും സംഭവിക്കല്ലേ. ഈശ്വര, വിഷമുള്ളി ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ദേവരാജനെ വിഷം തിണ്ടി.